പൂർണ്ണമായ ജീവിക്കാനുള്ള ഓരോരുത്തർക്കും നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയവരുള്ള പുറത്തുകൊണ്ടിട്ട് നമ്മുടെ കഥകളുടെ സ്വർഗത്തിൻ്റെ മുമ്പോ കാത്തു കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു വിശാലമാക്കി സന്തോഷമാക്കി വന്നിട്ട് നാമത്താക്കി പോകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അള്ളാഹു പൂർണ്ണമായ ക്ഷമ നിങ്ങളുടെ ഭക്ഷണക്കാണ് അവരുടെ അടിമകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ കരുണയാണ്. നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അടിമകൾക്ക് ഔദാര്യമായിട്ട് നൽകുന്നതാണ്. ചില സന്ദർഭങ്ങൾ, ചില സമയങ്ങൾ, ചില മാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നന്മക്കും അതിൻ്റെ ഇരട്ടി പ്രതിഫലം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അടിമകളോട് കരുണ കാണിക്കും. അതിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഷഅബാൻ മാസം എന്ന് പറയുന്നത്. ഷഅബാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമദാൻ തയ്യാറാകുന്ന ഒരു മാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഉസാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹി ലിമ അറാക തസൂമു ശഹറൻ മിൻ ശുഹൂരി മാ തസൂമു മിൻ ഷഅബാൻ. പ്രവാചകരെ, താങ്കൾ റമദാൻ മാസത്തിൻ്റെ ഒഴികെയുള്ള മാസങ്ങളിൽ ഷഅബാനിലാണല്ലോ കൂടുതൽ നോമ്പെടുക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്? എന്തുകൊണ്ടാണ് താങ്കൾ നോമ്പ്? റമദാൻ മാസത്തിലുള്ള എല്ലാ 30 ദിവസവും ഫർളായ നോമ്പാണ്. എന്നാൽ നേരെ കുറച്ച് ഷഅബാൻ മാസത്തിൽ ഫർളായ നോമ്പില്ല. പക്ഷെ ദിനങ്ങൾ കൂടുതൽ ഇത്രത്തോളം ആയിഷാന്ന് പറയുന്നത് ഷഅബാൻ മാസം മിക്കവാറും ദിനങ്ങൾ ഒഴിവാക്കാത്തതിൽ മിക്കവാറും ദിവസങ്ങൾ നോക്കും. കുറച്ചൊന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം മാത്രം ഒഴിഞ്ഞു പോകും. ബാക്കിയുള്ള എല്ലാ ദിവസവും നോമ്പ് വരുന്നത് ആയിഷാന്ന് പറഞ്ഞിട്ട് മറ്റൊരു കാര്യത്തിൽ വരുന്നത്. മുസമാനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകർ എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഞാൻ നോമ്പ് എടുക്കുന്നതിന്റെ കാരണം വളരെ പ്രധാനപ്പെട്ടതാണ്. പറഞ്ഞു, ദാലിക ശഹർ, ഈ ഷഅബാൻ മാസം എന്ന് പറയുന്നത് യുഫറുന്നാസ്വാൻ, ജനങ്ങളെല്ലാം പൊതുവെ ആ മാസത്തെ തൊട്ട് അശ്രദ്ധമാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ റജബ് കഴിഞ്ഞ് ഷഅബാൻ എത്തുമ്പോഴേക്കും പിന്നെ റമദാനിനെ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. ഷഅബാൻ മാസത്തിൽ ഏതായാലും റമദാൻ തുടങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് പല നന്മകൾ മാറ്റിവിടുന്നു. ഇതിലൊരു ഉദാഹരണം കിതാബുകളുടെ മക്കൾ എഴുതിയിരിക്കുന്ന ഒന്നാമത്തെ കാര്യം, സക്കാത്ത് കൊടുക്കുന്ന അധികാരം റമദാൻ മാസത്തിലാണ്. ശരിക്കും സക്കാത്ത് കൊടുക്കേണ്ടത് സുന്നത്ത്. റമദാൻ മാസം കൊടുത്തത് ശരിയാവും. റമദാൻ മാസത്തിൽ സക്കാത്ത് കൊടുക്കുന്നത് സഹീഹാവും. അവരുടെ സമയത്തിന് റമദാനാണെങ്കിൽ റമദാനിൽ ശരിയാവും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സഹാബാക്കളെ പ്രേരിപ്പിച്ചത് ഷഅബാൻ 30 ആവുമ്പോഴേക്കും അല്ലെങ്കിൽ 29 ആവുമ്പോഴേക്കും നിങ്ങളുടെ സമ്പത്തിൻ്റെ കണക്കിൻ്റെ സക്കാത്ത് നിങ്ങൾ കൊണ്ടുവിടണം. റമദാൻ മാസം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ സദഖ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച മാസം. കൂടുതൽ സദഖകൾ കൂടുതൽ ഇപ്പോൾ അഥവാ അതുകൊണ്ടുള്ളൊരു പ്രശ്നം വെച്ചാൽ ഷഅബാൻ മാസത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ സക്കാത്തുകൾ കൊടുത്തു കഴിഞ്ഞാൽ റമദാനിക്കാരും കൊടുക്കേണ്ടി വരും. നമ്മൾ കൊടുക്കുമല്ലോ റമദാനിൽ. അപ്പോൾ ആ കൊടുക്കുന്ന സമ്പത്തൊക്കെ സദഖയുടെ വിഭാഗത്തിൽ കൊടുക്കും. അങ്ങനെ ആ സദഖകൾ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദഖയാണ് കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ റമദാനിൽ ഒരാൾ തയ്യാറാക്കണം, തൗബ ചെയ്ത് തയ്യാറാക്കണം. അതേപോലെ സക്കാത്ത് പൂർത്തീകരിച്ച് തയ്യാറാക്കണം. മറ്റൊരു കാര്യം മറ്റൊരു ഹദീസിൽ അടുത്ത ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. പിന്നെന്തെല്ലാമാണ് നമ്മൾ ഷഅബാനിൽ തയ്യാറാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നോമ്പെടുക്കുന്നത്. ഒന്നാമത്തെ കാരണം, ജനങ്ങളെല്ലാം അതിൽ നിന്നും അശ്രദ്ധമായി പോകും. കാരണം ഇമാൻ റജബ റമദാന, റമദാനിൻ്റെയും റജബിൻ്റെയും ഇടയിൽ വരുന്ന മാസം ആ മാസത്തിൻ്റെ പ്രത്യേകത പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ റജബ് റമദാനിൻ്റെ ഇടയിൽ വരുന്ന ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാലുകളെല്ലാം പ്രോത്സാഹിക്കുന്നത് ഷഅബാനാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അതിൻ്റെ എല്ലാം പൂർത്തിയാക്കണമെന്നത്.
ഷാബാൻ 15 അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷത്തെ മുഴുവൻ അമലുകളും ആ അമലുകൾക്കുള്ള പ്രതിഫലം എല്ലാം കണക്കാക്കി ഷാബാൻ 15 അടുത്ത കൊല്ലത്തെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഴി മുഴുവൻ ഫയലുകളും ഒരു വർഷത്തേക്കുള്ള, അതായത് ഈ അടുത്ത വർഷം ഷാബാൻ 15 തീരുമാനമാണ്. അടുത്ത വർഷത്തിൽ എത്ര ജീവിതത്തിന്റെ ആയുസ് എപ്പോഴാണ്, നോമ്പെടുക്കേണ്ട എപ്പോഴാണ്, ഇതിന് എത്ര ഭക്ഷണം കഴിക്കണം, ഇതിനൊക്കെ എത്ര ലാഭം ഉണ്ടാവും, ഇതിന് എന്തെല്ലാം ജീവിതം, ഇതിന്റെ കല്യാണം ആ വർഷത്തിലുണ്ടോ, ഇതെല്ലാം തീരുമാനമാണ്. സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ നോക്കിയിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് ചില അറിവുകൾ ഇങ്ങനെ കൂടി എഴുതുന്നുണ്ട്. ശരിക്കും യഥാർത്ഥത്തിൽ നമുക്കറിയില്ല. അള്ളാഹു നമുക്ക് ദീർഘായുസ്സ് തരട്ടെ, ആഫിയത്ത് തരട്ടെ, ആരോഗ്യം അള്ളാഹു നസീബാക്കുമാറാകട്ടെ. നമുക്കറിയില്ല യഥാർത്ഥത്തിൽ ഈ രാത്രിയുടെ ഷാബാൻ 15 രാത്രിയുടെ തീരുമാനത്തിൽ നമ്മൾ അടുത്ത വർഷത്തേക്ക് നമ്മൾ റൂഹെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയാം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ടാണ് ആരും അശ്രദ്ധമാകാതിരിക്കാൻ വേണ്ടി പറയും. ഈ മാസം അശ്രദ്ധമാകാതിരിക്കാൻ വേണ്ടി പറയുന്നതിന് ഒരു കാരണം, ഈ മാസത്തിൽ നമ്മളെ കുറിച്ചൊരു തീരുമാനം ഉണ്ടാക്കുന്ന ദിവസമാണ്. നമ്മളുടെ എല്ലാ ബഡ്ജറ്റും തീരുമാനിക്കുന്നത് ഈ മാസമാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അശ്രദ്ധമാകാതിരിക്കണം. അത് മാത്രമല്ല, അവന്റെ അമലുകൾ ഉയർത്തപ്പെടുന്നത് ഇല്ല റബ്ബിൽ ആലമീൻ, സർവ്വലോക സംരക്ഷകനായ അല്ലാഹുവിലേക്ക് ഓരോ മനുഷ്യന്റെയും ഓരോ അടിമകളുടെയും അമലുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടത് ഈ മാസമാണ്. പഠിപ്പിച്ചു. അവസാനം പറഞ്ഞു, ഞാൻ ഇഷ്ടപ്പെടുകയാണ്, ഞാൻ ഇഷ്ടപ്പെടുന്നു അമലി, എന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർന്നു പോകുന്ന സമയത്ത്, അമലുകളും നമ്മളുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിലേക്ക് ഉയർന്നു പോകുന്ന ആ സന്ദർഭത്തിൽ ഞാൻ ഇഷ്ടപ്പെടുകയാണ്, ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എന്റെ അമലുകളെല്ലാം അല്ലാഹുവിലേക്ക് ഉയർന്നു പോകുന്ന സമയത്ത് ഞാൻ നോമ്പുകാരനായി ഞാൻ ഇഷ്ടപ്പെടുകയാണ്. നോമ്പുകാരനാകുമ്പോൾ അല്ലാഹുവിനോട് മാപ്പുണ്ടാവുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സുന്നത്ത് നോമ്പ് ഏറ്റവും കൂടുതൽ എടുക്കാൻ പറ്റിയ മാസം ഷാബാൻ. സാധിക്കുന്നുണ്ട്, നമുക്ക് എത്രയാണ് സാധിക്കുന്നത്. പ്രത്യേകിച്ച് തിങ്കളും വ്യാഴം, അതേപോലെ 13, 14, 15 ആ ഷാബാന്റെ 13, 14, 15 നോമ്പെടുക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ നോമ്പിന്റെ കാരണമായി, നോമ്പ് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അമലാണ്. അതുകൊണ്ട് ആ നോമ്പുകാരനായിരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തപ്പെടുന്ന അവസ്ഥകൾ വന്നാൽ ചിലപ്പോൾ അല്ലാഹു മാപ്പ് നൽകപ്പെടുകയും ഒരു വർഷത്തിൽ അടുത്ത വർഷത്തെ പല വിഷയങ്ങളിലും അല്ലാഹുവിന്റെ ഭാഗത്ത് ദുആയുടെ എല്ലാ വിധികളെയും അല്ലാഹു മാറ്റിയിരുന്നു. മനുഷ്യന്റെ വിധികളിൽ പോലും മാറ്റം വരുത്താൻ കഴിയുന്നത് ദുആ കൊണ്ട് മാത്രമാണ്. അപ്പം ഏറ്റവും കൂടുതൽ ദുആ ചെയ്യുക, ഏറ്റവും കൂടുതൽ ദിക്ർ ചെയ്യുക, ഏറ്റവും കൂടുതൽ അമലുകൾ ചെയ്യുക, ഏറ്റവും കൂടുതൽ നമ്മൾ സമയം നന്മകൾക്ക് വേണ്ടി ചിലവാക്കുന്ന ഒരു മാസമാക്കി ഈ മാസത്തെ മാറ്റാൻ സാധിച്ചാൽ അല്ലാഹുവിന്റെ ഭാഗത്ത് നല്ല തീരുമാനങ്ങൾ വരും. അതുകൊണ്ടാണ് ഞാൻ ഈ മാസത്തിൽ കൂടുതൽ നോമ്പെടുക്കുന്നതിന് പറഞ്ഞു. മറ്റൊരു ഹദീസിലുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യവുമായി ബന്ധപ്പെട്ട ഷാബാൻ മാസവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അബീ മൂസ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലെ ലൈലത്തുൻ, അഥവാ ഈ ഷാബാനിന്റെ ഇന്ന ഷാബാൻ മാസത്തിന്റെ 15ാമത്തെ പകുതിയുടെ ഈ സമയത്താണ് വൈഫറുടെ ചെറിയ കൽവിനി അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നത്തെ ദിവസം മിക്കവാറും എല്ലാ മുസ്ലിങ്ങൾക്കും അല്ലാഹു മാപ്പാക്കി പ്രതീക്ഷ. ഇതൊരു സന്തോഷ വാർത്തയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ, ഈ മാസം ഷാബാൻ പറഞ്ഞത് നമ്മളെ പാപങ്ങൾ മാപ്പാക്കുന്ന ദിവസമാണ്. നമ്മൾ പാപങ്ങൾ മാപ്പാക്കപ്പെട്ട് ഒരു പരിശുദ്ധമായ ഒരു അവസ്ഥയിലേക്ക് പരിശുദ്ധ റമദാൻ നമ്മൾ വന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഗുണങ്ങളുണ്ടാകും. അതുകൊണ്ട് ഈ മാസം ഒരിക്കലും അശ്രദ്ധമാക്കാതെ സൂക്ഷിക്കാൻ പറഞ്ഞു. പറഞ്ഞു എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി കൊടുക്കും. എന്നാൽ ആ ദിവസം ഷാബാനിൽ ഈ 15ന്റെ സമയത്ത് മാപ്പാക്കപ്പെടാത്ത 2 വിഭാഗം ആളുകൾ, ആ 2 വിഭാഗം ആളുകൾ നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. അത്രയും ശ്രദ്ധിക്കുന്നു. ആ 2 വിഭാഗം ആളുകൾ കൊണ്ടുപോയാൽ നമുക്ക് മാപ്പുണ്ടാവില്ല. അങ്ങനത്തെ ഈ 2 വിഭാഗത്തിലില്ലാത്ത എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി കൊടുക്കും. അതിലൊന്നാമത്തെ നല്ല റസൂൽ ഇബ്നു മാജഹ് റിപ്പോർട്ട് ഹദീസാണ്. അബീ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ആണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ പറയപ്പെട്ട 2 വളരെ പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹുവിനെ ശിർക്ക് ചെയ്യുന്ന ആളുകൾ, പങ്കു ചേർക്കുന്ന ആളുകൾ, അള്ളാഹുവില്ലാത്ത ആളുകൾ ആരാധിക്കുകയും അതിന്റെ പേര് പുറകിൽ പോകുന്ന ആളുകൾ അള്ളാഹു അവർക്ക് മാപ്പാക്കി കൊടുക്കും. അതാണ് നമ്മൾ ആരെയും ഉൾപ്പെടുത്താതിരിക്കുന്നത്. അള്ളാഹുവിലേക്ക് മാത്രം തൗഹീദിൽ ജീവിക്കുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാപ്പ് നൽകപ്പെടുന്നു. അതുകൊണ്ട് നമ്മുടെ ഈമാന്റെ വിഷയത്തിൽ എപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കണം. അള്ളാഹു ഇല്ലാത്ത വസ്തുക്കളിലേക്ക് നമ്മൾ നീങ്ങിപ്പോകാൻ സൂക്ഷിക്കണം. അള്ളാഹു നമ്മുടെ അടുത്തുണ്ട്. അള്ളാഹു ചോദിച്ചാൽ എല്ലാം നൽകും. നമ്മുടെ മാപ്പും എല്ലാ വിഷയവും അള്ളാഹുമായിട്ട് നമ്മൾ സംസാരിക്കാം. സംസ്കാരത്തിന്റെ ഒരു മനുഷ്യൻ പ്രവേശിക്കുമ്പോൾ അള്ളാഹുന്റെ വിനാജാത്തിലാണുള്ളത്. അപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ അള്ളാഹുവിനെ പങ്കു ചേർക്കുന്ന അവസ്ഥ വന്നു പോകാൻ പാടില്ല. അത് അങ്ങനെ വന്നാൽ നമുക്ക് ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ രാത്രി നമ്മളെ നമ്മളെ പാവങ്ങളൊക്കെ മാപ്പാക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ എല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ടാവും. എല്ലാവരും പരസ്പരം അതുകൊണ്ട് ദ്വാ ചെയ്യുക. അതാ എന്നെ ഉൾപ്പെടുന്നത്, ഭാര്യ ഉൾപ്പെടുന്നത്, മക്കൾ ഉൾപ്പെടുന്നത്, മാതാപിതാക്കൾ ഉൾപ്പെടുന്നത്, വീട്ടുകാർ ഉൾപ്പെടുന്നത്. നമുക്ക് ഈ മാപ്പ് മാത്രമേ പ്രതീക്ഷയുള്ളൂ. കാരണം നമ്മളങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് എല്ലാവരും സൂക്ഷിച്ച് ജീവിക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. അള്ളാഹുവിന്റെ മാപ്പ് കൂടി നമ്മൾ പ്രതീക്ഷിച്ചിട്ട് എല്ലാം നഷ്ടമായി പോകുന്നു. അള്ളാഹുവിന്റെ മാപ്പിനെ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുബാറക്കായ നാവ് കൊണ്ട് നമുക്ക് അറിയിക്കപ്പെട്ട സന്തോഷ വാർത്തയാണ് നിങ്ങൾക്ക് മാപ്പ് നൽകപ്പെടും. അപ്പോൾ അത് പ്രതീക്ഷിക്കുകയും അത് കരസ്ഥമാക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ പറഞ്ഞതാണ് അൽ മുഷാഹിൻ. മുഷാഹിൻ എന്ന് പറഞ്ഞാൽ പകവെച്ച് നടക്കുന്ന ആളുകൾ. ഒന്ന് മുഷിരിക്കാണ്, രണ്ടാമത്തെ പുറത്തു കൊടുക്കാത്തത്. രണ്ടാമത്തെ മുഷാഹിൻ ഹൃദയത്തിന് പകയുണ്ടെങ്കിൽ ഈ മാസം എല്ലാം ക്ലീനായിക്കാം. പാൻറ്റിനോട് ക്ലീനായിക്കാനാണ് അവരൊരു പകി നമ്മുടെ ഹൃദയത്തിൽ വെച്ചൊരു കാര്യമില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടായതിന്റെ പേരിൽ ചിലപ്പോൾ ശൈത്താന്റെ പ്രേമപ്രകാരം എന്തെങ്കിലും പക വെച്ചിട്ടുണ്ടാവും. പക ഉണ്ടാവും, ഉണ്ടാവും. പകാന്നുള്ള സാധനം വരും, ഭാവിയിൽ വരും, എന്തായാലും വരും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അങ്ങനെ ഈ പക വെച്ച് നടക്കുന്ന ആളുകൾ ഒരിക്കലും അവർക്ക് മാപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ കുടുംബത്തിൽ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സ്നേഹിതന്മാർ, നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ അയൽവാസികൾ എന്തെങ്കിലും ചെറിയ ചെറിയ വിഷയങ്ങൾ ഇത് അല്പം മതി, എന്തെങ്കിലും ചെറിയൊരു പകയുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ മാപ്പാക്കപ്പെടാൻ ഞാൻ സാധിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാം, അള്ളാഹുവിന് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടം, അള്ളാഹ്ക്ക് വേണ്ടി ഒരാൾ മാപ്പാക്കുന്നത് എത്ര നമ്മൾ ആക്രമിച്ച ആളാണ് ചെയ്യും, നമ്മളെ പറ്റി എത്ര മോശം പറഞ്ഞ ആളാണ് ചെയ്യും, നമ്മളെ ഏതെല്ലാം രീതിയിൽ വിഷമിച്ച ആളാണ് ചെയ്യും. നമ്മൾ ആ അടിമക്ക് മാപ്പാക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അന്ന് നമ്മളെ പാപം അന്ന് മാപ്പാക്കും. നമ്മൾ ചെയ്തു പോയ തിന്മകൾ അല്ലെങ്കിൽ നമ്മൾക്ക് വന്നുപോയ പിഴവുകൾ, ഈ പിഴവുകളൊക്കെ അള്ളാഹു നമുക്ക് മാപ്പാക്കി തരാന്ന് പറഞ്ഞാൽ വേറെ മാപ്പാക്കി കൊടുക്കും. നമ്മളൊരാളോട് ഒരു അക്രമം കാണിച്ചിട്ടുണ്ട്, ആരും പറയാം ഞാൻ നിനക്ക് മാപ്പാക്കി തരുന്നു, അവർ മറ്റൊരു മാപ്പാക്കി കൊടുത്തെന്ന് പറഞ്ഞാൽ മാപ്പാക്കി കൊടുക്കും. ഇവന്റെ കാര്യം ശരിയാക്കി ഞാൻ നിന്റെ കാര്യം ശരിയാക്കി തരാൻ ഒരാൾ പറഞ്ഞാൽ നമ്മുടെ കാര്യം ശരിയാകാനാണോ നമുക്ക് ആവശ്യം. സർവീസിന് പറയാണ് നിങ്ങൾ പകവെച്ച് നടന്നുകൊണ്ട് കാര്യമില്ല, പകവെച്ച് നടന്നു കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടില്ല. അതുകൊണ്ട് പകവെക്കാതെ എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ പകവെച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. മാപ്പ് ചെയ്തുകൊണ്ട് എത്ര സൗകര്യം, മാപ്പ് ചെയ്തുകൊണ്ട് എത്ര മാതാപിതാക്കൾ മക്കളും അങ്ങോട്ടും പകവെച്ച് നടക്കുന്നതാണ്. മാതാപിതാക്കളുടെ മാതാപിതാക്കൾക്കെതിരെ കേസ് കൊടുക്കുക, മാതാപിതാക്കളുടെ മക്കൾക്കെതിരെ കേസ് കൊടുക്കുക, നമ്മുടെ കുടുംബക്കാർക്കെതിരെ കേസ് കൊടുക്കാൻ ചിന്തിക്കണം. ഇതൊക്കെ നമ്മൾ ഈ കുടുംബക്കാരിൽ വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ നമ്മൾ കൽപ്പിക്കുന്നത്. അത് സഹിക്കണം, നമ്മൾ ക്ഷമിക്കണം. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ നമുക്ക് ഒരു ഹദീസ് അബൂദാവൂദിൽ പോയിട്ട് ഒരു ഹദീസുണ്ട്, ലാ യഹില്ലു ലിൽ മുസ്ലിമിൻ, ഒരു മുസ്ലിമിനും അനുവദനീയമല്ല അൻ യഹ്ജുറ അഖാഹു ഫൗക സലാസിൻ, 3 ദിവസം മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പടങ്ങാനുള്ള അനുവാദം. 3 ദിവസത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ എന്താ അപകടം പറ്റുകയെന്ന് വെച്ചാൽ ആരെങ്കിലും 3 ദിവസത്തേക്കാൾ കൂടുതൽ കൂട്ടുകാരോട് പകവച്ചിട്ട് മിണ്ടാതെ നിൽക്കുകയാണെങ്കിൽ ആ മാത്ത അങ്ങനെ ആ മിണ്ടാത്ത അവസ്ഥയിൽ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും കാണട്ടെ നരകത്തിൽ പോകരുത്. പക അത്രയും ഭയങ്കര ആഗ്രഹമാണ്. പക വെച്ചിട്ട് നമ്മളേക്ക് മിണ്ടാതെ മരിച്ചേക്ക് പോയിട്ട് പിന്നെ അവിടെ മയ്യത്തടിപ്പില്ലായിരുന്നു. പക വെച്ച് കിടന്ന് കുറേ ആൾക്കാർ മരിച്ചിട്ട് പിന്നെ അവിടെ മയ്യത്താണ് ആളുകൾ മയ്യത്തെങ്കിലും കണ്ടേ ജീവിച്ചിരിക്കുമ്പോൾ അവനെ സന്തോഷിപ്പിക്കാനാണ്, ജീവിച്ചിരിക്കുമ്പോൾ മാപ്പ് കാണാനാണ്. നമ്മുടെ കൂട്ടുകാരെ പറഞ്ഞാൽ നരേഷാക്ക് പള്ളിപ്പോയപ്പോൾ ഇങ്ങനെ ഒരു വിഷയത്തിൽ ഒരാളെ പറയുകയായിരുന്നു. ഞാൻ അങ്ങനെ ഒരിക്കലും പൊരുത്തപ്പെട്ട് കൊടുക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ച കാര്യമാണ്. പക്ഷെ അവനെ കണ്ടപ്പം ശർമ്മ മാസയിൽ അതിനകത്ത് സംഭവം ഞാൻ പറയും. ശർമ്മ മാസയിൽ ഓനെ മുന്നോട്ട് വന്നപ്പോൾ ഇസ്ലാം വാലിക്ക് വെട്ടിപ്പിടിച്ചു. അപ്പോൾ ഇയാൾ പറയാണ് വെട്ടിപ്പിടിച്ചപ്പോൾ തന്നെ അവൻ്റെ കണ്ണിൽ വെള്ളം വന്നു. അവൻ മാപ്പാക്ക് വെട്ടി ഇയാൾ വിചാരിച്ചില്ല. ഇയാൾ പറഞ്ഞു അള്ളാന്റെ വൃത്തിക്ക് വേണ്ടി നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ പോയി അങ്ങോട്ട് പോയി കണ്ടാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ത്യ ആരാണ് അങ്ങോട്ട് പോകുന്നത്, അങ്ങോട്ട് പോകുന്ന ആളുകളെ തെരഞ്ഞ് അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കും. നീതി വിളിച്ചാണ് എല്ലാവരും നീതി. നിങ്ങളുടെ കുടുംബത്തിൽ പോകും, നിങ്ങളുടെ സ്നേഹിതന്മാർക്ക് പോകും. ശഅബാൻ മാസത്തിന്റെ 15 ആവുമ്പോഴേക്കും എല്ലാം തയ്യാറാക്കി ഇൻഷാ അല്ലാഹ് ആ പരിശുദ്ധ റമദാൻ വരവേൽക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയങ്ങളെ ഖാലിസായി നമ്മുടെ കടമകളൊക്കെ നിർവഹിച്ച് നമ്മൾ പരിശ്രമിച്ചാൽ നടക്കും. പരിശ്രമിക്കണം, മനസ്സുകൊണ്ട് തയ്യാറാണ്. അള്ളാഹു അങ്ങനെയുള്ള നല്ല സജ്ജനം നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരും പഠിക്കാൻ വാർത്തകളാണ്.
إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الناس أوصيكم بتقوى الله فإن التقوى ملاك الحسنات وقال عز اسمه في محكم تنزيله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأطيعوا الله ورسوله ولا تنازعوا وتفشلوا وتظهروا ريحكم واصبر إن الله مع الصابرين يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين أما بعد فيا أيها الناس أوصيكم بتقوى الله فإن التقوى تدخل إلى الجنة قد قال الله تعالى في كلامه العزيز أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد سيد العالمين وسيد الكونين ومحمود رب المشرقين والمغربين وصل على جميع الأنبياء والمرسلين خصوصا على الخلفاء الراشدين أمير المؤمنين أبي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن المرتضى رضي الله عنهم وعن الحسن والحسين والحمزة والعباس وبقية الصحابة أجمعين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات جدد الصراط واجعل الجنة مأواه اللهم أعزنا ولا تذلنا يا ذا الجلال والإكرام اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار وأدخلنا الجنة مع الأبرار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم رب ارحمهما كما ربياني صغيرا ربنا تقبل دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله